പക്ഷെ നല്ല ടേസ്റ്റ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഈ ഇല ഒരു വാഴയില ഒരു സബ്സ്ക്രൈബറിന്റെ പേര് മറന്നുപോയി, പേര് പറയേണ്ടതായിരുന്നു. പ്രണവ് പ്രീത ആണോ? ആ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു വാഴയില എടുത്തിട്ട് വാട്ടി വെച്ച് അതിൽ ഇച്ചിരി നെയ്യ് തടവി, എന്നിട്ട് ഇതുപോലെ തന്നെ മാവ് വെച്ച് വെച്ചങ്ങ് പരത്തിയതേ. അപ്പൊ ഞാനൊരു ഇത് കാണിച്ചു തരാം. പ്രണവ് പ്രീത അല്ലേ? പ്രണവ് പ്രീത ഒന്ന് കണ്ടരുതേ വാഴയിലയുടെ പാടുകൾ ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ പരത്തി വെച്ച് ഇങ്ങനെ അങ്ങ് കമത്തി ഇങ്ങനെ അങ്ങ് ദോശക്കല്ലിട്ട് വെക്കും. ഇച്ചിരി നേരം കഴിയുമ്പോൾ ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ ഈ സൈഡിൽ പോരും. 2 വശവും ഇലയുടെ പാടുണ്ട്. കൊള്ളാം. അല്ല 2 വശം ഇല്ല കേട്ടോ, അതേ പരത്തിയത് ഈ വശമുള്ളത്. പിന്നെ തിരിച്ച് മറിച്ചു വിട്ട് ചൂടാക്കിയത്. അപ്പൊ ഇലയുടെ ടേസ്റ്റും കിട്ടും. ഒറ്റയ്ക്ക് ഒരു ഇല എടുത്താൽ മതി. നല്ല വാസന. പഴം ചേർത്തിട്ടുള്ളതല്ലേ? അതെ, പാളയംകുടം പഴം ശർക്കര ഇത്തവണ ചീകിയല്ല ചേർത്തത്. അന്ന് അരിയുണ്ടയ്ക്ക് ഇരുന്ന് ശർക്കര ഉരുക്കി തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അരിയുണ്ടയുടെ ശർക്കര പാനി തേങ്ങ അത്രേ ഉള്ളൂ. പിന്നെ ഗോതമ്പൊടി പറഞ്ഞില്ല. അപ്പൊ കഴിച്ചു. ദേ അമ്മയുടെ നല്ല സ്പെഷ്യൽ ഗോതമ്പട. ചുട്ട ടേസ്റ്റ് നല്ല രുചിയാ. പഴത്തിന്റെയും ശർക്കര ചുട്ട ടേസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എനിക്കാണ് ശർക്കര ചീർന്ന് അച്ചൂടി നല്ല നല്ല രസമുണ്ട്. പക്ഷെ രുചി നല്ല രസമുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിക് ടേസ്റ്റാ.